ഹിസ്ബുല്ല ഇസ്രായേൽ വ്യോമാക്രമണം കനത്തതോടെ ഇസ്രായേലിലെ ചൈനീസ് പൗരന്മാരോട് ഉടൻ രാജ്യത്തേക്ക് മടങ്ങാൻ ഉത്തരവിട്ട് ചൈന എത്രയും വേഗം ഇസ്രായേൽ വിടണമെന്നും ചൈനീസ് എംബസിയുടെ അറിയിപ്പിൽ പറയുന്നു. പൗരന്മാർ ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുതെന്നും ചൈനീസ് എംബസി മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലെ സ്ഥിതി വളരെ സംഘർഷഭരിതമാണ്. ഇസ്രായേലിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം സങ്കീർണവും പ്രവചനാതീതവുമാണ്. ഏതു നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കുന്നു. അതിനാൽ ചൈനീസ് പൗരന്മാർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുകയോ വേണമെന്നാണ് ചൈന അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഗാസയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയോടെ സംഘർഷം രൂക്ഷമായി. പേജർ സ്ഫോടനങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കി. നേരത്തെ ലെബനനിൽ നിന്ന് പൗരന്മാരോട് മടങ്ങാനും ചൈന നിർദ്ദേശിച്ചിരുന്നു. അതേസമയം തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യാപക വ്യോമാക്രമണത്തിൽ 182 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 700-ലധികം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഹിസ്ബുള്ള ആയുധം സൂക്ഷിക്കുന്ന ഇടങ്ങളെന്ന പേരിലാണ് ലെബനനിലെ 100ഓളം ഇടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരു സൈന്യങ്ങളും തമ്മിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. ഒക്ടോബർ 7-ന് ശേഷം 11 മാസക്കാലമായി ഗാസയിൽ നടത്തിയിരുന്ന ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ തങ്ങളുടെ വടക്കൻ അതിർത്തി മേഖലയിലേക്ക് ചുവടുമാറ്റുന്നത്. ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഗാസയിലേക്ക് കടന്നു കയറിയ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയും രംഗത്ത് വന്നിരുന്നു. അതിന്റെ ഭാഗമായി നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ കാരണം 70,000-ഓളം ഇസ്രായേൽ പൗരന്മാരാണ് ജൂതരാഷ്ട്രത്തിന്റെ വടക്കൻ മേഖലകളിൽ നിന്ന് കുടിയിറങ്ങിയത്. ഇവരെ തിരികെ സുരക്ഷിതമായി വീടുകളിലെത്തിക്കാനെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേലിന്റെ നിലവിലെ ലെബനൻ ആക്രമണം. ലെബനനിലെ തങ്ങളുടെ ആക്രമണം കടുപ്പിക്കുകയാണെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ തിരിച്ചടിയിൽ ഇസ്രായേലിലെ ഹൈഫൈ മേഖലകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. 4ഓളം പേർക്ക് പരിക്കേൽക്കുകയും നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ആക്രമണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ലെബനനിൽ കഴിയുന്ന പൗരന്മാരോട് ഉടൻ ഒഴിയണമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 17-നാണ് ലെബനനെതിരെ ഇസ്രായേൽ വ്യാപക ആക്രമണം ആരംഭിച്ചത്. ലെബനനിലെ പലയിടങ്ങളിലായി ഹിസ്ബുൾ അംഗങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസം വാക്കി ടോക്കികൾ ഉപയോഗിച്ചും ആക്രമണം ഉണ്ടായി. ഏകദേശം 39 പേരാണ് ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടത്. പിന്നാലെ ആശയവിനിമയ ഉപകരണങ്ങൾ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയും ആഹ്വാനം ചെയ്തിരുന്നു. പോസ്റ്റ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.